ഇന്ന് നമുക്ക് ബഫലോ ചിക്കൻ വിങ്സ് ഉണ്ടാക്കിയാലോ. ഞാൻ 1 കിലോ ചിക്കൻ വിങ്സ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ വിങ്സ് കോട്ട് ചെയ്യാനായിട്ട് 1/2 കപ്പ് മൈദ, 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി, 1 ടേബിൾ സ്പൂൺ ഗാർലിക് പൗഡർ, 1 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ, 1 ടേബിൾ സ്പൂൺ ഉപ്പ്, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. ഇതെല്ലാം നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കഴുകിയ ചിക്കൻ വിങ്സ് നല്ലോണം ഡ്രെയിൻ ചെയ്തെടുക്കണേ. നനവ് കൂടുതലാണെന്നുണ്ടെങ്കിൽ ഒരു കിച്ചൺ ടിഷ്യൂ വെച്ചിട്ടൊന്ന് ഒപ്പിയെടുക്കണം. ഈ ഡ്രൈ മിക്സ് ആയത് കാരണം നമുക്ക് നനവ് കുറവ് മതി ചിക്കനിൽ. കോട്ട് ചെയ്ത വിങ്സ് നമുക്കൊരു ട്രേയിലോട്ട് മാറ്റി വെക്കാം. ഈ കോട്ട് ചെയ്ത വിങ്സ് തമ്മിൽ ഒട്ടാത്ത രീതിക്ക് എടുത്ത് വെക്കണേ, അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കോട്ടിങ് വിട്ടുപോകാൻ സാധ്യതയുണ്ട്. ഇത് നമുക്ക് മിനിമം 1 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കണേ. കൂടുതലായാലും കുഴപ്പമില്ല. പിന്നെ ഓവർനൈറ്റ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ മസാലയും ഉപ്പെല്ലാം നല്ലോണം പിടിക്കും. ഇത് മാരിനേറ്റ് ആവുന്ന സമയത്ത് നമുക്ക് ചിക്കൻ വിങ്സിന് വേണ്ട ഹോട്ട് സോസ് റെഡിയാക്കാം. ഞാനൊരു 7 അല്ലി വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്. ഇത് ചെറിയ രീതിക്ക് നല്ലോണം ചോപ്പ് ചെയ്തെടുക്കണം. ഞാനൊരു 50 ഗ്രാം ബട്ടർ ചൂടായ പാനിൽ ചേർത്തിട്ടുണ്ട്. ബട്ടർ ഇത്രയും വേണമെന്നില്ല, നിങ്ങൾക്ക് ബട്ടറിൻ്റെ ടേസ്റ്റും ഫ്ലേവറും ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചേർക്കാം. പിന്നെ ഒരു 100 ml ഹോട്ട് സോസ്, ഞാൻ മീഡിയം എരിവുള്ള ഹോട്ട് സോസാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതും നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് യൂസ് ചെയ്യാം. ചോപ്പ് ചെയ്ത ഗാർലിക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. സോസ് ഉണ്ടാക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ച് ചെയ്യാൻ ഓർക്കണേ, അല്ലെങ്കിൽ ബട്ടർ കരിഞ്ഞു പോകും. 2 മിനിറ്റ് നല്ലോണം ചൂടായതിനു ശേഷം എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ബ്ലാക്ക് പെപ്പർ കൂടെ ആഡ് ചെയ്യാം. നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ട് 1.5 മണിക്കൂർ കഴിഞ്ഞ് വിങ്സ് ഫ്രൈ ചെയ്യാനായിട്ട് അടി കട്ടിയുള്ള ഏതെങ്കിലും പാത്രം യൂസ് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. വിങ്സ് ഫ്രൈ ചെയ്യുമ്പോൾ ഇതിനകത്ത് ഒരുപാട് എണ്ണ ഇട്ട് ഫ്രൈ ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കണം. പാത്രത്തിൻ്റെ വലുപ്പം അനുസരിച്ച് ഒരു 6-7 എണ്ണം ഇട്ട് ഫ്രൈ ചെയ്യാം. ഒരുപാട് എണ്ണ ഇട്ട് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ എണ്ണയുടെ ടെമ്പറേച്ചർ ഡ്രോപ്പ് ആവും. അപ്പോൾ പ്രോപ്പറായിട്ട് ഫ്രൈ ആയി കിട്ടത്തില്ല. ഇപ്പോൾ ഈ സെയിം ചിക്കൻ യൂസ് ചെയ്ത് നമുക്ക് പെരി പെരി ചിക്കനും കൂടെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു റെസിപ്പി ഞാൻ വേറെ ഇടുന്നുണ്ട്. ഫ്രൈ ചെയ്ത ചിക്കൻ വിങ്സ് ഹോട്ട് സോസിലിട്ട് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ബഫലോ വിങ്സ് റെഡിയാണേ. കുറച്ച് അലങ്കോല പണിക്കായിട്ട് ഞാൻ വെളുത്ത എള്ളിടുന്നുണ്ട്. ബഫലോ ഫ്രൈഡ് ചിക്കൻ വിങ്സ് ഇപ്പോൾ പ്ലേറ്റിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളിതിന് വേണ്ടിയിട്ട് എഗ് വൈറ്റ് മാത്രം ഇട്ടിട്ടുള്ള ഒരു മയണീസ് റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ മയണീസും കൂട്ടി അടിക്കാം.